കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യാഭർത്തൃ കലഹം ഒഴിവാക്കാൻ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഭാര്യയും ഭർത്താവും കലഹം വെച്ചുകൊണ്ടിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വഴി പിടിച്ച് എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളിത് കണ്ടാണ് വളരുന്നത്. അവരുടെ അടുത്തൊരു സമൂഹം തന്നെയാണ്, അടുത്ത ജനറേഷനാണ്. അവരും ഇതുപോലൊക്കെ ആയിരിക്കും പെരുമാറുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വാസ്തുശാസ്ത്രപരമായ പിഴവുകൾ മൂലം ഗൃഹനിർമ്മാണ ഘട്ടത്തിൽ പല തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. ഗൃഹനിർമ്മാണത്തിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ 6ാം ഭാവാധിപനായിട്ട് ശുക്രൻ വരിക, ശനി വരിക, കേതു വരിക തുടങ്ങിയ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ, അതുപോലെ ചൊവ്വയുടെ അനിഷ്ടഭാവം വന്നു കഴിഞ്ഞാൽ ഭാര്യാഭർത്തൃ കലഹം പറയാനാവുന്നതാണ്. വേറെ പിരിയൽ, അന്യോന്യം പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഒക്കെ ഇതിനകത്ത് പറയാനാവുന്നുണ്ട്. വാസ്തുദോഷ ശമനത്തിനും ഇതുപ്രകാരമുള്ള കർമ്മങ്ങൾ ആചാര്യോപദേശം തേടി ചെയ്യേണ്ടതായിട്ട് പറയുന്നുണ്ട്. പൊതുവായിട്ട് പറയുന്ന പരിഹാരങ്ങൾ ഉമാമേശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു അമ്പലമുണ്ട്, തിരുവരാണിക്കുളം ക്ഷേത്രമുണ്ട്. അടുത്തുള്ള നിങ്ങളെ ശിവനും പാർവതിച്ചുള്ള ഏത് ക്ഷേത്രങ്ങളായിക്കോട്ടെ അവിടെ ഒരുമിച്ച് പോയി ദർശനം നടത്തുക, ഉമാമേശ്വര പൂജ ചെയ്യുക, ഉമാമേശ്വര പുഷ്പാഞ്ജലി ചെയ്യുക. ദാമ്പത്യ കലഹം ഒഴിവാകുന്നതിന് വീട്ടിൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ച് സാധുക്കൾക്കാർക്കെങ്കിലും അന്നദാനങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ രാമായണത്തിലെ സുന്ദരകാന്ഡ 32ാം അധ്യായം തുടങ്ങി 37 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ജപിക്കുക. അതുപോലെ തന്നെ 5ാം ശ്ലോകം ജപിക്കുന്നത് നല്ലതാണ്. ശ്രീമദ് ഭാഗവത്തിലെ രുക്മിണി സ്വയംവര ഭാഗം തുടർച്ചയായിട്ട് പാരായണം ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. സ്ത്രീകൾ ഞായറാഴ്ച ഒരിക്കലൂണ് കഴിച്ച് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രങ്ങൾ ദർശനം നടത്തി വെള്ളനൈവേദ്യമായി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 7 തിങ്കളാഴ്ച വ്രതം എടുക്കുകയും 7ാം തിങ്കളാഴ്ച ദിവസം സ്വയംവര പൂജയോ ഉമാമേശ്വര പൂജയോ നടത്തി വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അതായത് കലഹത ഉണ്ടാകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥയോ അവരുടെയൊക്കെ പേരിൽ നാളിൽ ഈ പൂജകളൊക്കെ നടത്തി അമ്പലത്തിലെ പ്രസാദം വാങ്ങിച്ചിട്ട്, കഴിക്കുന്ന പ്രസാദങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് ദാനം ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവർ ഐകമത്യ സുക്തം യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. കാമേശി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ബാണേശി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. സ്നിഗ്ധ ഗന്ധർവ യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ക്ഷിപ്ര ഗണപതി യന്ത്രം ധരിക്കുന്നത് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. സ്വയംവര ദേവി യന്ത്രം ധരിക്കുന്നത് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഒരു പൂർണ്ണ ക്ഷേത്രമാണ് കോട്ടയത്ത് വൈക്കം മഹാദേവ ക്ഷേത്രം നല്ലതാണ്. ചെങ്ങന്നൂർ ഭുവനേശ്വരി ക്ഷേത്രം നല്ലതാണ്. തിരുവൈരാണിക്കുളം ക്ഷേത്രം നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രം വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഗാന്ധാരി അമ്മൻകോവിൽ തിരുവനന്തപുരം വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാട് നടത്തുന്നതും, അതുപോലെ ഇവരുടെ ജാതകവശാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഗ്രഹങ്ങളുടെയൊക്കെ ദോഷമുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹരിക്കുന്നതിന് വേറെ വിധികളൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള വിധികൾ ചെയ്ത ശേഷം ഞാൻ ഈ പറഞ്ഞ താൽക്കാലിക പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ കുടുംബകലഹത ഒഴിവാകുന്നതും ഇവര് എന്നും സന്തോഷവതികളുമായിട്ട് നല്ല ഒരു കുടുംബ ഭദ്രതയോടെ, നല്ല സാമ്പത്തിക ഭദ്രതയോടെ ജീവിക്കുന്നതും ആയിരിക്കും. ഇനിയും ഇതുപോലുള്ള എപ്പിസോഡുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.